നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻറ്റ് ഓഫ് എ ക്യൂബിക് പോളിനോമിയൽ. ഒരു ലീനിയർ പോളിനോമിയലിൻ്റെയും ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെയും സീറോസും കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു അല്ലേ. ഇനി ഒരു ക്യൂബിക് പോളിനോമിയൽ ആണെങ്കിൽ അതിൻ്റെ സീറോസും അതിൻ്റെ കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയായിരിക്കും നോക്കാം. അപ്പം ഒരു ക്യൂബിക് പോളിനോമിയൽ നമ്മൾ എങ്ങനെ എഴുതുക? AX³ + BX² + CX + D എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പോളിനോമിയൽ എടുത്തു. P(x) = 2x³ - 5x² - 14x + 8. ഇത് നമ്മളൊരു ജനറലായിട്ട് നമ്മളൊരു പോളിനോമിയൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 3 സീറോസ് നമ്മൾ ഓൾറെഡി പറയുകയാണ്. x = 4, x = -2 ആൻഡ് x = ½ എന്നാണ്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എക്സിന് സാൻഡി വാല്യൂസ് കൊടുക്കുമ്പോൾ P(x) = 0 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ സീറോസ് തമ്മിലുള്ള റിലേഷനാണല്ലോ നോക്കേണ്ടത്, കോഎഫിഷ്യൻ്റ് തമ്മിലുള്ളത്. അതുകൊണ്ട് സീറോസ് ഇതാണ്. ഇനി നമുക്കിതിലെ ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം നമുക്ക് സം ഓഫ് സീറോസ്. ഈ സീറോസുകളുടെ സം ഒന്ന് എടുത്തു നോക്കാം. സം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് സീറോസ്? 4 ഉണ്ട്. 4 + -2 + ½ എത്രയാണ് കിട്ടുക നോക്കാം. 4 - 2 എത്രയാണ്? 2. 2 + ½ = എത്ര കിട്ടും? 2 + ½ എന്ന് പറയുന്നത് 5/2 ആണ്. 5/2ന് നമുക്ക് -5/2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ എന്ത് കിട്ടി? -5 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയേ. -5 എന്ന് പറയുന്നത് x² കോഎഫിഷ്യൻ്റ് ആണ് അല്ലേ. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് x² / 2 എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് 2 ആണ് അല്ലേ. കോഎഫിഷ്യൻ്റ് ഓഫ് x³ 2 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് x³ ആണ്. അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് സം ഓഫ് സീറോസ്, അതായത് 3 സീറോസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോഎഫിഷ്യൻ്റ് ഓഫ് x² / കോഎഫിഷ്യൻ്റ് ഓഫ് x³ എന്ന് കിട്ടി. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. പ്രോഡക്റ്റ് ഓഫ് സീറോസ്, ഈ 3 എണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് കാണാം. അപ്പോൾ 4 × -2 × ½ അതിൽ 2 ക്യാൻസലായി പോയി. നമുക്കവിടെ എന്ത് കിട്ടി? -4 എന്ന് കിട്ടി അല്ലേ. -4 നമുക്ക് എങ്ങനെ എഴുതാം? -8/2 എന്ന് എഴുതിക്കൂടെ? 8/2 എന്ന് പറയുന്നത് 4 ആണോ അല്ലേ. അപ്പോൾ which is equal to -8 എന്ന് പറയുന്നത് എന്താണ്? ഇതിലെ കോൺസ്റ്റൻറ്റ് ടേം ആണ്. കോൺസ്റ്റൻറ്റ് ടേം 2 എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടു. എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് x³. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ്, 3 സീറോസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -കോൺസ്റ്റൻറ്റ് ടേം / കോഎഫിഷ്യൻ്റ് ഓഫ് x³. ഇനി നമ്മൾ ക്യൂബിക് പോളിനോമിയൽ വേറൊരു റിലേഷനും കൂടി കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് രണ്ടെണ്ണത്തിൻ്റെ പെയർ എടുക്കുക. സം ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ദ സീറോസ് ടേക്കൺ 2 at a ടൈം. സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് സീറോസ് ടേക്കൺ 2 at a ടൈം. അതായത് രണ്ടെണ്ണം. അപ്പോൾ ആദ്യത്തെ ഏതാണ്? 4 × -2 അത് 2 എടുത്തു. പ്ലസ് അടുത്ത ഏതാണ്? -2 × ½ അത് എടുത്തു. പ്ലസ് അടുത്തതിൽ ആരാണ്? 4 × ½ അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ പെയറുകൾ എടുത്തിട്ട് അതിൻ്റെ പ്രോഡക്റ്റുകളുടെ സമ്മ്. 4 × -2 8. ഇതിവിടെ ക്യാൻസലായിട്ട് -1 വരും. പ്ലസ് ഇവിടെ നമുക്ക് 2 ക്യാൻസലായിട്ട് 2 എന്ന് വരും. അപ്പോൾ -8 -1 + 2. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? -9 + 2 വരും. അതായത് നമുക്ക് -7 എന്ന് കിട്ടും. -7 നമുക്ക് എങ്ങനെ എഴുതാം? -14/2 എന്ന് എഴുതിക്കൂടെ? -14/2 ദാറ്റ് ഈസ് -14 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് x ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് x / 2 എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് x³ ആണ്. അപ്പോൾ കണ്ടോ, 3 റിലേഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഏതൊക്കെയാണ്? സം ഓഫ് ദ സീറോസ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ ജനറലായിട്ട് പറയാം. ആൽഫ, ബീറ്റ, ഗാമ ഇതാണ് 3 സീറോസ് എന്ന് വിചാരിക്കുക. പിന്നെ നമ്മുടെ പോളിനോമിയൽ നമ്മൾ എങ്ങനെ ജനറലായിട്ട് എടുക്കുക? AX² + AX³ ആണ്. പോളിനോമിയലാണല്ലോ, അല്ല ക്യൂബിക് പോളിനോമിയലാണ്. അപ്പോൾ AX³ + BX² + CX + D ഇതാണ് ഒരു ക്യൂബിക് പോളിനോമിയലിൻ്റെ ജനറൽ പോളിനോമിയൽ എന്ന് പറയുന്നത്. അതുപോലെ സീറോസ് നമ്മൾ ആൽഫ, ബീറ്റ, ഗാമ എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സം, അതായത് ആൽഫ + ബീറ്റ + ഗാമ = എന്ത് വരും? നമ്മൾ എന്താ സമ്മ് കിട്ടിയത്?
മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? ബി. അപ്പോൾ മൈനസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് എ മൈനസ് ബി ബൈ എ. അതുപോലെ രണ്ടെണ്ണത്തിൻ്റെ പെയർ എടുത്തൂലെ, ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ. അങ്ങനെ പെയർ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എന്ത് കിട്ടി? നമുക്ക് ഇവിടെ നോക്കിയേ, മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് അല്ല മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ്. അപ്പോൾ നമുക്കവിടെ സി ഡിവൈഡഡ് ബൈ എ എന്ന് കിട്ടി. സി എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ്. മൈനസ് വരില്ല കേട്ടോ, മൈനസ് ഓൾറെഡി -14 ഇതാണ്, പ്ലസ് ആണ്. ഇവിടെ മൈനസ് ഇല്ല കേട്ടോ. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് എന്നേ ഉള്ളൂ. -14 എന്ന് പറയുന്നത് ഓൾറെഡി എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ഇല്ല. അപ്പോൾ സം ഓഫ് ദ പ്രോഡക്റ്റ് ടേക്കൺ 2 അറ്റ് എ ടൈമിൽ നമുക്ക് മൈനസ് ഇല്ല, സി ബൈ എ. ഇനി പ്രോഡക്റ്റ് ആൽഫ ബീറ്റ ഗാമ മൂന്നും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ഡി ബൈ എ. അതായത് മൈനസ് എന്തായിരുന്നു? കോൺസ്റ്റൻറ്റ് ടേം ഡി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ്. അപ്പോൾ മൈനസ് ഡി ബൈ എ എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഒരു ക്യൂബിക് പോളിനോമിയലിൻ്റെ സീറോസും അതിലെ കോഎഫിഷ്യൻ്റ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളും കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എക്സാമ്പിൾ 5 നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളാണ്. വെരിഫൈ ദാറ്റ്, ഇവിടെ 3 സീറോസ് തന്നിട്ടുണ്ട്, 3 -1 ആൻഡ് -1/3. ഇത് അതിൻ്റെ സീറോസ് ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. ഒരു ക്യൂബിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x³ -5x² -11x -3. ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. അതിന് 3 സീറോസും തന്നിട്ടുണ്ട്. പക്ഷേ ഈ സീറോസ് ഇതിൻ്റെ സീറോസ് ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. മാത്രമല്ല അതിൻ്റെ റിലേഷന് നമ്മൾ കോഎഫിഷ്യൻ്റ് തമ്മിലുള്ള ഈ റിലേഷൻ ഉണ്ടല്ലോ, ഈ റിലേഷൻ നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പോളിനോമിയലിൻ്റെ സീറോസ് തന്നെയാണോ ഇതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ സീറോ എന്താ തന്നിരിക്കുന്നത്? 3. അപ്പോൾ പി ഓഫ് 3 കണ്ടുപിടിക്കാം. എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 3 ഇട്ട് കൊടുക്കാം. നമുക്ക് സീറോ വരുന്നുണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 3 ഇതിൻ്റെ സീറോ ആണെന്ന് പറയാം അല്ലേ. 3 × 3³ -5 × 3² -11 × 3 -3. 3³ എത്രയാണ്? 27 അല്ലേ. അപ്പം 27 × 3 81 -3² 9 9 5s are 45 -11 × 3 33 -3. ഇത് ചെയ്ത് നമുക്കിവിടെ എന്ത് കിട്ടും? നമുക്കിവിടെ 0 എന്ന് കിട്ടും. ഇതെല്ലാം കൂടി 81 -45 -33 ഇതെല്ലാം ഈ മൈനസ് പാട്ടെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 81 വരിക. അപ്പോൾ 81 - 81 = 0. അപ്പോൾ 3 എന്ന് പറയുന്നത് അതിൻ്റെ 0 എന്ന് കിട്ടി. ഇനി പി ഓഫ് -1 എക്സിനൊക്കെ -1 ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ 3 × -1³ -5 × -1² -11 × -1 -3. എക്സിന് സ്ഥാനത്തൊക്കെ മൈനസ് കിട്ടും. -1³ എന്താ കിട്ടുക? -1. 3 × -1 -5 × -1ൻ്റെ സ്ക്വയർ 1 ആണ്. -11 × -1 എന്ന് പറയുമ്പോൾ +11 ആവും, -3 കിട്ടും. 3 × -1 -3 -5 +11 -3 -3 -5 -8 -3 ചെയ്യുമ്പോൾ -11 +11 0. അപ്പോൾ ഇതും അതിൻ്റെ ഒരു 0 ആണെന്ന് കിട്ടി. ഇനി അടുത്ത 0 വരെ എന്താ തന്നിരിക്കുന്നത്? പി ഓഫ് -1/3. ഇതും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3 × -1/3³ -5 × -1/3² -11 × -1/3 or -3 കണ്ടോ, വിച്ച് ഈസ് ഈക്വൽ ടു 3 × -1/3³ എത്രയാണ്? 27 -5 × -1/3² എന്ന് പറയുമ്പോൾ 1/9 മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് ആവും അല്ലേ. 11/3 or -3 വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 3 ഒരു ക്യാൻസലായി പോയി. അപ്പോൾ നമുക്കിവിടെ -1/9 കിട്ടി. -5/9 +11/3 -3 എന്ന് വന്നു. അപ്പോൾ നമുക്ക് LCM ആണെങ്കിൽ എടുക്കാം അല്ലേ. -1/9 -5/9 പ്ലസ് ഇത് നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 33/9 വരും. മൈനസ് ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 27/9 അതാണല്ലോ 3. അപ്പോൾ ഇവിടെ നോക്കിയേ എല്ലാം 9 വന്നു അല്ലേ. -1 -5 -27 എന്താ
-33 പ്ലസ് 33 വരും. അതായത് അതും 0 എന്ന് കിട്ടി. അപ്പോൾ 3 നമ്മൾ ഇതേപോലെ വാല്യൂസ് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ആൻസർ എത്ര കിട്ടിയ 0 കിട്ടി. അതുകൊണ്ട് ഈ 3 സീറോസും ഇതിൻ്റെ സീറോസ് ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ റിലേഷൻ അല്ലേ, ഈ ആൽഫ ബീറ്റ ഗാമ, അതായത് ഈ 3 സീറോസും ഈ കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻ ശരിയാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ പോളിനോമിയൽ ഒന്നും കൂടി നമുക്ക് ഇവിടെ എഴുതാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x³ മൈനസ് 5x² മൈനസ് 11x മൈനസ് 3. ഇതിൽ എയുടെ സ്ഥാനത്ത് എന്തായെന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് x³ അത് 3, ബിയുടെ സ്ഥാനത്ത് കോഎഫിഷ്യൻ്റ് ഓഫ് x² മൈനസ് 5, സി എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് x മൈനസ് 11, ഡി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം അത് -3 ആണ്. ഇനി നമുക്ക് നമ്മുടെ റിലേഷൻ ഓരോന്നായിട്ട് എടുക്കാം അല്ലേ. ആദ്യത്തെ റിലേഷൻ നമുക്ക് ആൽഫ ബീറ്റ ഗാമയും കൂടി എഴുതാം. ആദ്യത്തെ റൂട്ട് നമുക്ക് ആദ്യത്തെ 0 ആൽഫ ആയിട്ട് എടുക്കാം. ആൽഫ ഇസ് ഈക്വൽ ടു 3, ബീറ്റ ഇസ് ഈക്വൽ ടു -1 ആൻഡ് ഗാമ ഇസ് ഈക്വൽ ടു -1/3. ഇതാണ് 3 സീറോസ്. അതിന് നമ്മൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പേര് കൊടുത്തു. പോളിനോമിയൽ നമ്മൾ ABCD എന്താണെന്നുള്ളത് എഴുതി. ഇനി നമ്മുടെ റിലേഷൻ എന്തായിരുന്നു? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് 3 കൂടെ ആഡ് ചെയ്യാം അല്ലേ, 3 - 1 - 1/3 വിച്ച് ഈസ് ഈക്വൽ ടു 3 - 1 എത്രയാണ് 2, 2 - 1/3. ഇവിടെ 3 നമ്മൾ LC എടുക്കുകയാണെങ്കിൽ 3 2s are 6, 6 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 5/3 എന്ന് കിട്ടി. നമുക്ക് എന്ത് കിട്ടി? 5/3ന് നമുക്ക് -5/3 എന്ന് എഴുതി കൂടെ അല്ലേ. മൈനസും കൂടി പ്ലസ് ആവൂലേ. അപ്പോൾ -5 ഇവിടെ എന്താണ് റിലേഷനിലെ b ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് a. അപ്പോൾ -b/a എന്ന് കിട്ടിയില്ലേ. അപ്പോൾ നമ്മൾ അത് പ്രൂവ് ചെയ്തു. അടുത്തത് 2 എണ്ണം വീതം എടുക്കുന്നത് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ എത്രയാണ് 3, ബീറ്റ എത്രയാണ് -1 പ്ലസ് ബീറ്റ -1 ഇൻറ്റു ഗാമ -1/3 പ്ലസ് ആൽഫ 3 ഗാമ -1/3, 3 ഇൻറ്റു -1 -3. ഈ മൈനസ് പ്ലസ് ആകും 1/3 വരും. ഇവിടെ -3 ക്യാൻസലായി പോവും, 1 കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു -3 - 1 -4 പ്ലസ് 1/3 വിച്ച് ഈസ് ഈക്വൽ ടു 3 നമ്മൾ LC എടുക്കുകയാണെങ്കിൽ 4 3s are 12 പ്ലസ് 1 -12 പ്ലസ് 1 എന്ന് പറയുമ്പോൾ -11 അല്ലേ. -11/3 എന്ന് വരും. -11 എന്ന് പറയുന്നത് എന്താണ്? C ആണ് അല്ലേ. -11 എന്ന് പറയുന്നത് നമ്മുടെ C ആണ്. അപ്പോൾ നമുക്കിവിടെ C/3 എന്ന് പറയുന്നത് നമ്മുടെ A ആണ്. C/A എന്ന് കിട്ടി അല്ലേ. അപ്പോൾ C/A എന്ന് കിട്ടി. അത് നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് പ്രോഡക്റ്റ് ആൽഫ ബീറ്റ ഗാമ ജിസ് ഈക്വൽ ടു ആൽഫ 3 ആണ്, ബീറ്റ എന്ന് പറയുന്നത് -1 ആണ്, ഗാമ എന്ന് പറയുന്നത് -1/3. 3 ക്യാൻസലായി, മൈനസ് പ്ലസ് ആയി, നമുക്ക് 1 എന്ന് ആൻസർ കിട്ടി അല്ല. ആൽഫ ബീറ്റ ഗാമ ഇസ് ഈക്വൽ ടു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 1 എന്ന് കിട്ടി. 1ന് നമുക്ക് എങ്ങനെ എഴുതാം? -3/3 എന്ന് എഴുതാം കേട്ടോ. നമ്മളെ ക്യാൻസൽ ചെയ്തൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. -3/3 അത് നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ മാറ്റി എഴുതണം കേട്ടോ. -3 എന്ന് പറയുന്നത് എന്തായിരുന്നു? D ആയിരുന്നു കണ്ടോ. D is equal to -3. പിന്നെ താഴത്ത് 3 എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് x³ A. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? -D/A. അപ്പോൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാറ്റി എഴുതിയത് കേട്ടോ. അപ്പോൾ -D/A. അപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്തു. നമ്മുടെ ആൽഫ ബീറ്റ ഗാമ പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു -D/A ആണ്. അപ്പോൾ അതും നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിലെ ആ 3 സീറോസും ഇതിൻ്റെ സീറോസ് ആണെന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ വെരിഫൈ ചെയ്തു. പിന്നെ ഈ 3 റിലേഷൻ ആൽഫ ബീറ്റ ഗാമയുടെ ഈ 3 റിലേഷനും നമ്മളിവിടെ എന്ത് ചെയ്തു കൊടുത്തു? വെരിഫൈ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇത് മനസ്സിലായല്ലോ ക്യൂബിക് പോളിനോമിയലിൻ്റെ സീറോസും കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻ. ഇനി നമുക്ക് അടുത്തത് എക്സസൈസ് 2.2 ആണ്. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്